തൂതപൂരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാറൽമണ്ണ എ വിഭാഗം പൂരാഘോഷ കമ്മിറ്റി. തലയെടുപ്പുള്ള 15 ഗജവീരന്മാർ എ വിഭാഗത്തിൽ ഉത്സവത്തിന് അണിനിരക്കും. സമയപ്രദർശനം തിങ്കളാഴ്ച നടക്കും. ഇത്തവണയും പൂരം ദിവസം രാവിലെ ആനപ്പൂരവും പാണ്ടിമേളവും നടക്കും. 2018 ബി വിഭാഗം സമയപ്രദർശനം തുടങ്ങിയ സമയത്ത് എ വിഭാഗവും സമയപ്രദർശനം തുടങ്ങി. അങ്ങനെ സമയപ്രദർശനത്തിന്റെ കാര്യത്തിലും എയും ബിയും ജനങ്ങൾക്ക് പൂരപ്രേമിക്ക് കാണാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. അതേപോലെ കഴിഞ്ഞ വർഷം ബി വിഭാഗം പൂരപ്പന്തൽ, അതായത് സമയപ്പന്തൽ തൂതയിൽ ആരംഭിച്ചപ്പോൾ അതേ രീതിയിൽ തന്നെ വാശിയോടുകൂടി അല്ലെങ്കിൽ ആവേശത്തോടു കൂടി എ വിഭാഗവും കാറൽമണ്ണ സെൻട്രൽ സമയപ്പന്തൽ തുടങ്ങി. അങ്ങനെ ഒരു നെന്മാറ വല്ലങ്കി പോലെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു പൂരം, വള്ളുവനാട്ടിലെ പ്രസിദ്ധീകരിച്ച പൂരം തൂതപൂരവും ആ തരത്തിലായി കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ പൂരം മുന്നോട്ട് പോകുന്നത്. കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ എ വിഭാഗത്തിന്റെ ചമയ പ്രദർശനം തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ആരംഭിക്കും. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയങ്ങളാണ് പ്രദർശിപ്പിക്കുക. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയം തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണിക്ക് പ്രദർശിപ്പിക്കും. ആ ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ കൃഷി ഓഫീസറും മേളരംഗത്ത് വാദ്യരംഗത്ത് പ്രസക്തനായ ശുഗപുരം രാധാകൃഷ്ണൻ ആണ്. അദ്ദേഹം പരിപാടി ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. പോരാത്തതിന് നമ്മുടെ പരിസരത്തുള്ള വാർഡ് കൗൺസിലർമാർ, അതേപോലെ തന്നെ സാംസ്കാരിക കലാരംഗത്തുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ട് രാവിലെ 9:30 സാംസ്കാരിക സദസ്സ് തിരുമുല്ലപ്പള്ളി ക്ഷേത്രത്തിൽ അരങ്ങേറും. 9:30 മുതൽ 11-ാം തീയതി വൈകുന്നേരം 7 മണി വരെ തിരുമുല്ലപ്പള്ളി ക്ഷേത്രത്തിൽ 15 ആനയ്ക്കുള്ള ചമയങ്ങളും, അതുപോലെ തന്നെ ഏതാണ്ട് പാറമേക്കാവിന്റെ ഈ വർഷം കുട പണിതെങ്കിലും പാറമേക്കാവിന് കുട മാറ്റാൻ പറ്റാത്ത പുതിയ കുട എ വിഭാഗം പാറമേക്കാവിന്റെ കുട നമ്മുടെ ഈ എ വിഭാഗം പൂരത്തിന് കൊണ്ടുവരും. അത്തരത്തിലുള്ള കുടകളുടെ പ്രദർശനവും തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ 11-ാം തീയതി നടക്കും. 11-ാം തീയതി ശേഷം 12-ാം തീയതി കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച പകൽപൂരം കാറൽമണ്ണ സെൻട്രലിൽ ചമയപ്പന്തലിൽ നമ്മുടെ യുവ മേളരംഗത്തുള്ള കല്ലൂർ ഉണ്ണീഷമാരാരുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക്, കഴിഞ്ഞ വർഷം പൂരം നമ്മൾ തുടങ്ങി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഈ വർഷം സെൻട്രൽ പൂരമായിക്കൊണ്ട് തന്നെ നമ്മുടെ പൂരം കൊണ്ടാടുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു ആനപ്പൂരം തന്നെ സെൻട്രൽ കമ്മിറ്റി കൊണ്ടുപോകുന്നുണ്ട്. ആ പൂരത്തിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ രാവിലെ 10 മണിക്ക് തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആനയ്ക്ക് തലകെട്ടി പഞ്ചാരി മേളത്തോടു കൂടി കാറൽമണ്ണ സെൻട്രൽ ചമയപ്പന്തൽ വന്ന് പാണ്ടിമേളം കൊട്ടി അവസാനിക്കുന്ന രീതിയിലാണ് പകൽ പൂരം 12-ാം തീയതി രാവിലത്തെ പൂരം സെറ്റാക്കിയിട്ടുള്ളത്. തൂതപൂരം ദിവസമായ 12-ന് രാവിലെ 10-ന് കാറൽമണ്ണ ചമയപ്പന്തലിൽ ആനപ്പൂരമുണ്ടാകും. പാണ്ടിമേളത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ പ്രമാണിയാകും. ഉച്ചയ്ക്ക് 3 മണിക്ക് ആനപ്പന്തലിൽ കുടമാറ്റവും ഉണ്ടാകും. എറണാകുളം ശിവകുമാർ തിടമ്പേറ്റുന്ന എ വിഭാഗത്തിൽ കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാർ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെൻട്രാനായിട്ട് കാളികളവ് എറണാകുളം ശിവകുമാറാണ് സെൻട്രാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വലങ്കൂട്ടായി നിൽക്കുന്നത് ഉഷശ്രീ ശങ്കരൻകുട്ടിയാണ്. അത് പുന്നക്കുന്നാണ് ഉഷശ്രീ ശങ്കരൻകുട്ടി വലങ്കൂട്ടായി നിൽക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ ഇടംകൂട്ടായി നിൽക്കുന്നത് ചൈത്രമച്ചുവാണ്. അത് നടുവട്ടം കമ്മിറ്റിയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ വലങ്കൂട്ട് പിന്നീട് നിൽക്കുന്നത് അമ്പാടി ബാലൻ, അത് കാരണം അമ്പലവട്ടത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇടംകൂട്ടായി നിൽക്കുന്നത് കുളക്കാടൻ ഗണപതി, അത് നരിപ്പറ്റപ്പടി കമ്മിറ്റിയാണ് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് മച്ചാട് ജയറാമാണ് വലങ്കൂട്ട് അടുത്ത ആനയായിട്ട് നിൽക്കുന്നത്. ചെർപ്പശ്ശേരി മണികണ്ഠനാണ് ഇടംകൂട്ടി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പേരൂർ ശിവൻ, ഒരു വാഴയങ്കലെന്നാണ് വലങ്കൂട്ടി നിൽക്കുന്നത്. ഇടംകൂട്ടി നിൽക്കുന്നത് നാടുവെത്തച്ഛൻ ശങ്കരനാരായണൻ. അതുപോലെ തന്നെ ചെർപ്പശ്ശേരി അയ്യപ്പനാണ് അടുത്തത് വലങ്കൂട്ടായി നിൽക്കുന്നത്. ഇടംകൂട്ടായി നിൽക്കുന്നത് പട്ടാമ്പി മണികണ്ഠൻ. അതുപോലെ തന്നെ കാറൽമണ്ണ സെൻട്രൽ കമ്മിറ്റി വലങ്കൂട്ടായി നിൽക്കുന്ന അടുത്ത ആന അരുണിമ പാർത്ഥസാരഥിയാണ് അടുത്ത ആന. അതിന്റെ ഇടംകൂട്ടായി നിൽക്കുന്നത് നന്ദിരത്ത് ഗോവിന്ദഗണൻ. അത് കഴിഞ്ഞ് നിൽക്കുന്ന വലങ്കൂട്ടി നിൽക്കുന്ന ആന എഴുത്തുപുരക്കൽ ഗംഗാപ്രസാദ്. അതിന്റെ ഇടംകൂട്ടായി നിൽക്കുന്നത് മനുശ്ശേരി രാജേന്ദ്രൻ. ഇത്തരത്തിലുള്ള 15 കൊമ്പന്മാരാണ് എ വിഭാഗം ഇത്തവണ അണിനിരക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി.